ദശരഥൻ്റെയും കൗസല്യയുടെയും മകനായി ശ്രീരാമദേവൻ അയോധ്യയിൽ ജനിച്ച ദിവസമാണ് രാമനവമിയായി ആഘോഷിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമാണ് ശ്രീരാമൻ. ചൈത്രമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ നവമി ദിനമായതിനാൽ ചൈത്രനവമി എന്നും രാമനവമി അറിയപ്പെടുന്നു. നീണ്ട 9 ദിവസത്തെ ചൈത്ര നവരാത്രി ആഘോഷങ്ങളിൽ വിവിധ മന്ത്രങ്ങളാൽ പൂജകളും അർച്ചനകളും നടത്തുകയും ക്ഷേത്രങ്ങളും പരിസരങ്ങളും വളരെ വർണ്ണാഭമായി അലങ്കരിക്കുകയും ശ്രീരാമൻ്റെ ശിശുരൂപത്തിലുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും അതിന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചൈത്ര നവരാത്രിയിലെ 9ാമത്തെയും അവസാനത്തേതുമായ ദിവസമാണ് രാമനവമി. പൂർണ്ണമായ അനുഗ്രഹസിദ്ധിക്കായി ഈ 9 ദിവസങ്ങളിലോ അല്ലെങ്കിൽ ആദ്യത്തെയും അവസാനത്തെയും ദിവസങ്ങളിലോ ഉപവാസം അനുഷ്ഠിച്ച് വരാറുണ്ട്. ഈ ദിവസങ്ങളിൽ ഈ നാമജപം എത്ര കണ്ട് ജപിക്കാൻ കഴിയുന്നുവോ അത്രയും ജപിക്കുക. രാവിലെ സൂര്യവന്ദനത്തിൽ നിന്ന് വേണം ഈ ദിനങ്ങൾ തുടങ്ങാൻ. ശ്രീരാമൻ, ലക്ഷ്മണൻ, സീത, ഹനുമാൻ തുടങ്ങിയവരെ ഈ ദിനങ്ങളിൽ ധ്യാനിക്കുന്നതും രാമായണവും മറ്റു വേദഗ്രന്ഥങ്ങൾ വായിക്കുന്നതും ഏറെ നല്ലതാണ്. ഭൂമിയിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും തിന്മയെ ഒഴിവാക്കി ദൈവികമായ ശക്തി പ്രവേശിക്കുന്ന സമയമായതിനാൽ ഐശ്വര്യവും സമൃദ്ധിയും വീട്ടിലേക്ക് ഒഴുകും എന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ മനസ്സും ശരീരവും ശുദ്ധീകരിക്കപ്പെടുമെന്നും വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ തന്നെ ഈ ദിനങ്ങളിൽ വ്രതശുദ്ധിയോടെ വേണം പ്രാർത്ഥനകൾ നടത്താൻ. ശ്രീരാമ സീതാ വിവാഹം നടന്ന ദിനമായിട്ടും ചിലയിടങ്ങളിൽ ഇതിനെ കാണുന്നതിനാൽ വിവാഹവും അനുബന്ധ കാര്യങ്ങൾക്കും ഈ ദിനം ഉത്തമമാണെന്നും ഭാര്യാഭർത്താക്കന്മാർ ഈ ദിനത്തിൽ പ്രാർത്ഥനയും ഉപവാസവുമായി കഴിയുന്നത് ഐശ്വര്യദായകമാണെന്നും വിശ്വസിക്കപ്പെടുന്നു. രാമനവമി ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം. രാമനവമി നാളിൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് ശുദ്ധിയായി വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതിനുശേഷം ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതാദേവിയെയും ആരാധിക്കുക. ആദ്യം കുങ്കുമം, വെണ്ണ, ചന്ദനം മുതലായവ കൊണ്ട് തിലകം ചാർത്തുക. ഇതിനുശേഷം അരിയും തുളസിയിലയും നിവേദിക്കുക. വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമനും തുളസി വളരെ പ്രിയപ്പെട്ടതാണ്. ഇതിനുശേഷം പുഷ്പങ്ങൾ അർപ്പിക്കുക. തുടർന്ന് മധുര പലഹാരങ്ങൾ സമർപ്പിക്കുക. വെള്ളം സമർപ്പിക്കുക. ശേഷം നെയ്വിളക്കും കുന്തിരിക്കവും കത്തിക്കുക. ശ്രീരാമചരിതമാനസം, രാമരക്ഷാസ്തോത്രം അല്ലെങ്കിൽ രാമായണം എന്നിവ പാരായണം ചെയ്യുക. ആരതിയും മറ്റും ചെയ്ത് പ്രസാദം എല്ലാവർക്കും വിതരണം ചെയ്യുക.